Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.4ൻ്റെ ഡെവലപ്പർ ബേറ്റ 3 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളേക്കുള്ളിൽ നമ്മുടെ പബ്ലിക് ബേറ്റയും റിലീസ് ആവുന്നതായിരിക്കും. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 532 MB-ലാണ് ഐഫോൺ 11-ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിരിക്കും വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16.4 ബേറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS 9.4 ബേറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 13.3 ബേറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. tvOS ആൻഡ് HomePodOS 16.4 ബേറ്റ 3യും റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ tvOS 16.3.3യും റിലീസ് ചെയ്തായിരുന്നു നമ്മൾ റിമോട്ടിൻ്റെ ആക്സസിൻ്റെ ആ ഒരു കണക്ടിവിറ്റി കറക്റ്റാക്കാൻ വേണ്ടി. അപ്പോൾ അത് 4K ടി വിയിൽ മാത്രമാണ് ഇപ്പോൾ ആ അപ്ഡേഷൻ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒന്നും ടി വിയിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ iOS 16.4 ബേറ്റ 3ൻ്റെ വിശേഷങ്ങൾ പറയും തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൊണ്ട് എനേബിൾ ചെയ്യേണ്ടതാണ്. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ നേരെ നമ്മൾ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 16.4ൻ്റെ 20E5229E എന്ന ഈ ഒരു അപ്ഡേറ്റിൻ്റെ ആ ഒരു ബിൽ നമ്പറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നീട് വരുന്ന പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ തന്നെയാണ്. നമ്മുടെ ഡെവലപ്പർ പേജിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പിൾ ID ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ആപ്പിൾ ID ബ്ലർ ചെയ്തേക്കുന്നത് എൻ്റെ ആ ഒരു പേഴ്സണൽ പ്രൈവസി റീസൺ കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആപ്പിൾ IDs ഉണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആപ്പിൾ IDs വെച്ച് കുറേ ആപ്പ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഓരോ ആപ്പിൻ്റെ അല്ലെങ്കിൽ ഓരോ ആപ്പിൾ IDയും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ മാറ്റം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബുക്സിലാണ് രണ്ടാമത്തെ മാറ്റം വന്നിരിക്കുന്നത്. നമ്മുടെ ബുക്സ് ആപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായ പോലെ ആ ഒരു ബുക്സ് ആപ്പിൽ നമ്മുടെ പേജിൻ്റെ ഈ ഒരു കേർവിൻ്റെ ആ ഒരു ആനിമേഷൻ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ആനിമേഷൻ ചില ബുക്സിൽ മാത്രമാണ് കിട്ടുന്നത്. എല്ലാ ബുക്സിലും ഈ ഒരു ആനിമേഷൻ ലഭിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ആനിമേഷൻ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഐഫോൺ 14 ഇപ്പോൾ യെല്ലോ കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇപ്പോൾ കുറേയധികം വാച്ച് ഫേസുകളിലും കളറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു കളറുകളും കാണാൻ പറ്റുന്നില്ല. നേരത്തെ ഉണ്ടായ അപ്ഡേഷനിലുണ്ടായ ആ സെയിം കളർ പല്ലറ്റ്സ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് WatchOS 9.4ൻ്റെ ബേറ്റ ഇൻസ്റ്റാൾ ചെയ്ത ഡിവൈസുകൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ വാച്ച് കളേഴ്സിൽ അല്ലെങ്കിൽ ഫേസ് കളേഴ്സിൽ ആ പുതിയ പല്ലറ്റ്സ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് കറൻ്റ്ലി ആ ഒരു കളേഴ്സൊന്നും കാണുന്നില്ല. പക്ഷേ ആപ്പിൾ പുതിയ കുറച്ച് കളേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അടുത്ത വരുന്ന അപ്ഡേഷൻ നമ്മുടെ എമർജൻസി SOSലാണ്. എമർജൻസി SOS നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കോൾ ക്വയറ്റ്ലി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടെ താഴത്ത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ആയെന്ന് വെച്ചാൽ പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ആ ഒരു വേർഡിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ എമർജൻസി SOS വിയ സാറ്റലൈറ്റ് എന്ന ഓപ്ഷൻ ഇപ്പോൾ കുറച്ച് കൺട്രികളിലും കൂടെ ആപ്പിൾ കൊണ്ടുവരാൻ പോവുകയാണ്. മിക്കവാറും ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും ആ ഓരോ കൺട്രിയിലും ആപ്പിളിൻ്റെ ആ എമർജൻസി SOS വിയ സാറ്റലൈറ്റ് എന്ന ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വരുന്ന അപ്ഡേഷൻ നമ്മുടെ സ്റ്റോക്കിലാണ്. സ്റ്റോക്ക് ആപ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എല്ലാ കൂട്ടർക്കും ഇതൊരു നല്ല മാറ്റമായിരിക്കും. കാരണം ഇപ്പോൾ ഒരു സ്പ്ലാഷ് സ്ക്രീൻ വന്നിരിക്കുന്നത് ഇതാണ് പുതുതായിട്ട് ആപ്പിളിൻ്റെ ഈ സ്റ്റോക്സിൽ വന്നിരുന്ന മാറ്റം. മാർക്കറ്റ് ഡാറ്റ, അതുപോലെ ബിസിനസ് ന്യൂസ്, iPad, iPhone, Macലും നമുക്ക് ഈ പറഞ്ഞ iCloud യൂസ് ചെയ്ത് എല്ലാ സ്റ്റോക്സിൻ്റെയും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ആ ഒരു മാറ്റവും സ്റ്റോക്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വരുന്ന അപ്ഡേറ്റ് നമ്മുടെ ഈ ഒരു ടിപ്സ് ആപ്പിലാണ്. ടിപ്സ് ആപ്പ് എത്ര പേര് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ടിപ്സ് ആപ്പിൽ നമുക്ക് കുറേയധികം ആപ്പിളിലെ ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മുടെ ഡിവൈസിൽ ഏതൊക്കെ ആപ്പിൾ ഡിവൈസ് കണക്ട് ചെയ്യുക, അതായത് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ ഐഫോണിലേക്ക് ഏതെങ്കിലും വേറെ ആപ്പിൾ നെയ്ബറിങ് ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസുകളുടെയും ഇൻഫോർമേഷൻസ് നമുക്കിവിടെ കാണിക്കും.
സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആപ്പിൾ വാച്ച്, എയർപോഡ്സ് എന്നീ പറഞ്ഞ ഡിവൈസൊക്കെ എൻ്റെ ഐഫോണിലേക്ക് ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡിവൈസുകളുടെയും ടിപ്സും അതേപോലെ ഗൈഡ്സും നമുക്കവിടെ ലഭിക്കുന്നതായിരിക്കും. ഇത് ഓരോ അപ്ഡേഷൻസ് വരുമ്പോഴും ആ ഒരു അപ്ഡേഷൻ അനുസരിച്ച് ആപ്പിൾ ഈ ഒരു ആപ്ലിക്കേഷനിലും മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. പിന്നീട് വരുന്ന അപ്ഡേറ്റ് നമ്മുടെ ഫോട്ടോസിലാണ്. ഫോട്ടോസിൽ നമ്മുടെ ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഓപ്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേയധികം ഫോട്ടോസ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ഫോണിൽ നമുക്ക് ഷെയർ ലൈബ്രറി, അതായത് ഐക്ലൗഡ് ഷെയർ ലൈബ്രറി എനേബിൾഡ് ആണെങ്കിൽ ഈ പറഞ്ഞ ഫോട്ടോസൊക്കെ ആ ഒരു ഐക്ലൗഡിലേക്ക് ബാക്കപ്പ് ആവും. അപ്പോൾ ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പമായിട്ട് നമ്മുടെ ഫോൺ തന്നെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ലോക്ക്ഡ് ആയിരിക്കണം, അതേപോലെ പവറിൽ പ്ലഗ് ഇൻ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് തന്നെ ഓട്ടോമാറ്റിക്കലി ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് റെക്കഗ്നൈസ് ചെയ്ത് ആ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് തന്നെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഫീച്ചേഴ്സും അപ്ഡേറ്റ്സും പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ബഗ് ഫിക്സസും പറയാം. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ബഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജിലാണ്. സ്റ്റോറേജിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റോറേജ് അല്ല കാണിക്കുന്നത്. കുറേ പേർക്കും ഈ ഒരു സ്റ്റോറേജ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ iOS ഡാറ്റയും സിസ്റ്റം ഡാറ്റയും കറക്റ്റായിട്ടല്ല കാണിക്കുന്നത്. പക്ഷേ സിസ്റ്റം ഡാറ്റ ഞാൻ ഒരിക്കലും കറക്റ്റല്ല, അല്ലെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ അല്ല ഈ പറഞ്ഞ സിസ്റ്റം ഡാറ്റ എന്ന് പറയുന്നത്. സിസ്റ്റം ഡാറ്റ ആക്ച്വലി നമ്മുടെ ഡിവൈസിൽ യൂസ് ചെയ്യുന്ന കുറേ ക്യാഷ് ഫയൽസ് ഒക്കെയാണ് ഈ പറഞ്ഞ സിസ്റ്റം ഡാറ്റയിൽ വരുന്നത്. അത് ചില സമയത്ത് കൂടാം, ചില സമയത്ത് കുറയാം. നമ്മുടെ ആപ്ലിക്കേഷൻസും അതേപോലെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ ആ ഒരു ഇൻടേക്കൊക്കെ അനുസരിച്ച് ഈ ഒരു ഡാറ്റ നമുക്ക് ചിലപ്പോൾ മാറാവുന്നതാണ്. പക്ഷെ നമ്മുടെ iOS ഡാറ്റയും ബാക്കിയുള്ള ഡാറ്റാസും ആപ്ലിക്കേഷൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് കറക്റ്റ് അല്ലാത്ത പോലെ കുറേ കൂട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ബഗ്ഗായിരിക്കാം. ആ ഒരു ബഗ്ഗും ഇപ്പോൾ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുള്ള. അടുത്ത വരുന്ന അപ്ഡേറ്റ് നമ്മുടെ ഫേസ് ടൈമിലാണ്. ഫേസ് ടൈമിൽ നമുക്ക് ഇത് തോന്നിക്കുന്ന ബഗ്ഗാണോ അല്ലെങ്കിൽ ആപ്പിൾ അത് മാറ്റുന്നതാണോ എന്ന് ഇപ്പോഴും ഒരാൾക്കും പിടിയില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൺട്രോൾ സെൻറ്റർ എടുക്കുകയാണെങ്കിൽ മൈക്കിൻ്റെ മോഡും വീഡിയോ എഫക്റ്റിലും ആ ഒരു 2 ടോഗിൾ അല്ലെങ്കിൽ 2 ഗ്ലിഫ് കാണുന്നില്ല. നേരത്തെ നമുക്കിവിടെ ചെറിയൊരു മൈക്രോഫോണിൻ്റെയും ഒരു വീഡിയോ ക്യാമറയുടെയും ഒരു ഐക്കൺ ഉണ്ടായിരുന്നു. ആ ഒരു ഐക്കൺ ഇപ്പോൾ നമ്മുടെ iOS 16.4 ഈ ഒരു ബീറ്റ 3യിലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബീറ്റ 2ലും ഉണ്ടായിരുന്നില്ല, ബീറ്റ 3ലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേ ബി ഇതൊരു മാറ്റമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാൻ നമുക്കിപ്പോൾ ഉറപ്പായിട്ടില്ല. കാരണം ഇതൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിലും ഇങ്ങനെ തന്നെ ആണെങ്കിൽ നമുക്കിതൊരു മാറ്റമാണെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു പക്ക ബഗ് തന്നെയാണ്. അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ ഐക്ലൗഡിലാണ്. ഐക്ലൗഡിൽ വന്നിരിക്കുന്ന ബഗ്ഗല്ല, ഒരു ബഗ് ഫിക്സ് ആണ്. നമ്മുടെ ഐക്ലൗഡ് എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ലാഗ് ഇവിടെ ഫീൽ ചെയ്യുമായിരുന്നു. നേരത്തെ നമ്മുടെ അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷനൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഐക്ലൗഡിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബഗ് ഫീൽ ചെയ്യുമായിരുന്നു. അതേപോലെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ ബഗ് അടിച്ചുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ പോകും. പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രോളിംഗ് ഉണ്ടായിരുന്നില്ല. ആ ഒരു ബഗ്ഗും ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ബാറ്ററിയിലാണ്. ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഓരോ വട്ടവും ഓരോ അപ്ഡേഷൻസിനും പറയാറുണ്ട്. ഒരു അപ്ഡേഷൻ കഴിഞ്ഞ് അപ്പം തന്നെ ഒരാൾക്കും അതിൻ്റെ ബാറ്ററി പെർഫോമൻസ് പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 85% തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ബാറ്ററി പെർഫോമൻസും ബാറ്ററി ലോഗും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 10 days എടുക്കുമ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ഡിവൈസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഡീസൻ്റായ ബാറ്ററി പെർഫോമൻസ് എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ വലിയ രീതിക്കൊന്നും ഈ ഒരു ബാറ്ററി ഡ്രെയിനേജിൻ്റെ കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നീട് വരുന്ന കാര്യം നമ്മുടെ പെർഫോമൻസിലാണ്. പെർഫോമൻസും എനിക്ക് ഓക്കെയാണ്. എനിക്ക് വലിയ ഒരു വാവ് ഫീലിംഗ് തന്നില്ലെങ്കിലും എനിക്ക് നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ക്ലട്ടർ അല്ലാത്തൊരു എക്സ്പീരിയൻസും തരുന്നുണ്ട്. ലാസ്റ്റ് iOS 16.4 ബീറ്റ 2ൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ എയർപോഡ്സ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എയർപോഡ്സിൻ്റെ ആ ഒരു കണക്ടിവിറ്റി നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതേപോലെ ഓഡിയോ ക്വാളിറ്റിയും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നത് ഞാനിപ്പോൾ എൻ്റെ എയർപോഡ്സ് ഉപയോഗിച്ച് പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ കണക്ടിവിറ്റി ലോസ്റ്റ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3 to 4 seconds ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീകണക്ട് ചെയ്യുന്നു. ആ ഒരു ബഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ആ ഒരു എയർപോഡ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ആ ഒരു മാറ്റവും ഞാൻ പറയാം. അപ്പോൾ ഈ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ Geekbench സ്കോറിൻ്റെ റിസൾട്ട് നോക്കാം. Geekbench സ്കോറിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ സിംഗിൾ കോറിൽ വരുന്നത് 1726ഉം മൾട്ടി കോറിൽ വരുന്നത് 3479ഉമാണ്.
അത്യാവശ്യം നല്ല ഡീസൻ്റായ ഒരു പെർഫോമൻസ് ഞാൻ പറഞ്ഞ പോലെ ലഭിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞത് ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പല ആൾക്കാർക്കും ഈ പറഞ്ഞ ആ ഒരു സ്മൂത്ത്നെസ്സും ഒപ്റ്റിമൈസേഷനും ഒക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യാം, ചിലപ്പോൾ അത് ഫീൽ ചെയ്തിരിക്കാം. അതേപോലെ തേർമൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ എൻ്റെ ഈ ഡിവൈസ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല ലൈറ്റ് ഈ റൂമിലുണ്ട്, അത്യാവശ്യം നല്ല ചൂട് ഈ റൂമിലുണ്ടെങ്കിലും എൻ്റെ ഡിവൈസിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള കൂൾ ഡൗൺ മോഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ ഭാഗത്തും ബാറ്ററിയുടെ ഭാഗത്തും എനിക്ക് വലുതായിട്ടൊന്നും ചൂട് ഫീൽ ചെയ്യുന്നില്ല. ലിറ്ററലി എൻ്റെ ഫോൺ ഇപ്പോൾ നല്ല രീതിക്ക് ഒരു കൂൾ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. പിന്നീട് ഈ ഒരു സൈഡ് ബാറിലൊന്നും എനിക്ക് വലുതായിട്ടൊരു ചൂടും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് ആപ്പിൾ ഓരോ അപ്ഡേഷന് ശേഷവും അത്യാവശ്യം നല്ല തേർമൽ മാനേജ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതെനിക്ക് ഈ ഒരു ഡിവൈസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16.4ൻ്റെ ഡെവലപ്പർ ബീറ്റ 3ൽ നമുക്ക് വരുന്ന പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതേപോലെ പുതിയ കുറേ ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് മറന്നു പോകാതെ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evica.